ഹലോ ഗൈസ്, ഞങ്ങൾ ചെറിയൊരു യാത്ര പോവാണേ. എങ്ങോട്ടാണെന്നല്ലേ? നമ്മുടെ സലീം കുമാറിൻ്റെ ഭാഷയിൽ പറഞ്ഞ ദുബായിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഫ്രണ്ട് ശ്രീനിയാണ് ഞങ്ങളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. ഇവിടെ കുട്ടികൾക്ക് ഒരാഴ്ച കാർണിവലിൻ്റെ ഹോളിഡേയ്സ് ആണ്. സമ്മർ ഹോളിഡേയ്സിന് നാട്ടിൽ പോകുന്ന വഴി ദുബൈയിലൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ആ സമയത്ത് അവിടെ. ഡിസംബറിലാണെങ്കിൽ നല്ല കോസ്റ്റ്ലിയുമാണ്. ഇതാണ് പെർഫെക്റ്റ് ടൈം. അത്ര കോസ്റ്റ്ലിയും അല്ല, പിന്നെ ചൂടൊക്കെ ആയി വരുന്നേ ഉള്ളൂ താനും. ഞങ്ങൾ ന്യൂംബർഗ് എയർപോർട്ടിൽ നിന്നാണ് ബോർഡ് ചെയ്യുന്നത്. ബഡ്ജറ്റ് ഫ്ലൈറ്റായ പെഗാസസിലാണ് ഞങ്ങൾ പോകുന്നത്. ന്യൂംബർഗ് ടു ഇസ്താൻബുൾ, ഇസ്താൻബുൾ ടു ഷാർജ എയർപോർട്ട്. ലേയോറും എല്ലാം കൂടെ ചേർത്തൊരു 10-11 മണിക്കൂർ എടുക്കും. ഇനി അതാണ് ഒരു കടമ്പ. ബഡ്ജറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് സ്ക്രീനൊന്നും ഇല്ലല്ലോ. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത്. ആ സമയത്ത് നമുക്കങ്ങനെ ഉറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഐപാഡിൽ നെറ്റ്ഫ്ലിക്സിൽ മൂവിയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് കയറിയത്. അല്ലെങ്കിൽ ബോറടിച്ച് പണ്ടാരം അടങ്ങിപ്പോവും. ഈ ഫ്ലൈറ്റിലെ സീറ്റുകൾക്ക് ലെഗ് സ്പേസ് വളരെ കുറവാണ്. അതുമാത്രമല്ല, നമ്മുടെ സീറ്റ് പുറകോട്ട് ബെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഇസ്താൻബുളിൽ ലാൻഡ് ചെയ്യാറായി. അവിടുന്ന് ഞങ്ങൾക്ക് ബസ് കയറി വേണമായിരുന്നു എയർപോർട്ടിലോട്ട് പോകാൻ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലൊക്കെ എത്തി. അവിടുത്തെ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് 4 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അതുകൊണ്ട് ഗേറ്റ് ഡീറ്റെയിൽസ് ഒന്നും അപ്ഡേറ്റഡ് ആയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഫുഡ് എവിടുന്ന് കഴിക്കണമെന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ തപ്പിക്കൊണ്ട് നടന്നു. അവസാനമാണ് ഞങ്ങൾ പോപ്പായ്സ് കണ്ടത്. 2 വർഷം മുമ്പ് US വെക്കേഷന് പോയപ്പോഴായിരുന്നു ഞങ്ങൾ പോപ്പായ്സ് ഇന്ന് കഴിച്ചിട്ടുള്ളത്. നമ്മുടെ KFC ഒക്കെ പോലെ തന്നെ ചിക്കനും ബർഗറും ഒക്കെ ഇവിടെ കിട്ടും. ഫോൺ ചാർജ് ചെയ്യുന്നിടത്ത് ഒരു തിരക്ക് കണ്ടോ? ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾക്കൊരു സ്പോട്ട് കിട്ടിയത്. ഒരു ചെറിയ എയർപോർട്ടും ആ എയർപോർട്ട് നിറയെ ആൾക്കാരുമായിരുന്നു. എന്തായാലും ചാർജിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഷാർജ ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് ടൈമായി. രാത്രി സമയമായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ നല്ല മനോഹരമായ കാഴ്ചയൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി കേട്ടോ. എന്ത് രസമാണല്ലേ കാണാൻ, പ്രത്യേകിച്ചും രാത്രിയിൽ. ഈ സിറ്റിയിലെല്ലാം കുറേ ലൈറ്റ്സൊക്കെ ഉണ്ടായതുകൊണ്ട്. അങ്ങനെ വീണ്ടും ഒരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഷാർജയിൽ ലാൻഡ് ചെയ്യാനുള്ള ടൈമായി. അങ്ങനെ ഞങ്ങൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ബാഗേജൊക്കെ എല്ലാം എടുത്തിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ്. അവിടെ ഞങ്ങളെ റിസീവ് ചെയ്യാൻ ചേച്ചിയുടെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് അവനെ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. 4:30 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തെങ്കിലും ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേന് 5:30 ഇന്ന് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് അവന് ജോലിക്കൊന്നും പോകണ്ടല്ലോ. ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവാണ്. ഞങ്ങൾ നേരത്തെ തന്നെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുർജ് ഖലീഫയുടെ അടുത്തായിട്ട് തന്നെ വരുന്ന സിറ്റി പ്രീമിയർ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളി അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ്. 2 ബെഡ്റൂമുള്ളൊരു അപ്പാർട്ട്മെൻ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. 2 റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഒരു ഗസ്റ്റ് ടോയ്ലറ്റും ഉണ്ട്. നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് റൂമും പിന്നെ ഒരു സെപ്പറേറ്റ് ഡൈനിങ് റൂമും ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കിച്ചനും ഉണ്ട്. ഈ ബാൽക്കണിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല രസമാണ് കേട്ടോ ബാൽക്കണിയിൽ നിന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ. ഇപ്പം നേരം വെളുത്തു, 6:30 കേട്ടോ സമയം. ദോ ആ കാണുന്നത് കണ്ടോ, ബുർജ് ഖലീഫയാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അത് എത്രമാത്രം കാണാൻ പറ്റുമെന്നറിയില്ല. രാത്രിയാകുമ്പോൾ നല്ല രസമായിരിക്കും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ബൈ ബൈ.